പൊളി പൊളി പൊളി. ഹലോ, എന്താണ് സുഖല്ലേ? ഇന്ന് നമുക്ക് ഒരു മടിക്കറി ഉണ്ടാക്കിയാലോ? മടി മീൻസ് കറി ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര മടിയുള്ള സമയത്ത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു തക്കാളി താളിച്ചത്. വളരെ സിമ്പിളാണ്. നമുക്ക് ഫ്രഷ് സാധനം കൊണ്ടാണ് ഉണ്ടാക്കാം. എൻ്റെ തക്കാളി ഉണ്ടായിട്ടുണ്ട്. നല്ല പഴുത്ത 2 തക്കാളി. നമുക്കത് എടുത്തിട്ട് വരാം, എന്നിട്ട് ഉണ്ടാക്കാം. ഓക്കെ. തന്നെ വളർന്നു വന്ന ഇവന് എനിക്ക് മുന്നേ 2 തക്കാളി തന്നു. അതിൽ ഹരം കൊണ്ട് ഞാൻ ഇവന് നന്നായിട്ട് അങ്ങ് സ്നേഹിച്ചു. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരു ലോഡ് തക്കാളി തന്നിട്ടുണ്ട്. അതിൽ നിന്ന് 2-3 തക്കാളി എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കഴുകണം എന്നില്ല. ഫ്രഷ് എന്നിട്ട് നന്നായിട്ടൊന്ന് മുറിച്ച് വയ്ക്കുക. ഫ്രഷ് തക്കാളി തിന്നുമ്പോൾ എന്ത് ടേസ്റ്റാണ്. അപ്പോഴല്ലേ നമുക്ക് മുന്നേ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന തക്കാളീൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവുന്നത്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. ചെറിയുള്ളി ഉണക്കമുളകും ചതച്ചത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് തക്കാളി അരിഞ്ഞതും പാകത്തിന് ഉപ്പും കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കട്ടിയുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി വേവിച്ചെടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. തക്കാളി താളിച്ചത് വെരി സിമ്പിളല്ലേ? സിമ്പിളാണെന്ന് വെച്ചിട്ട് ടേസ്റ്റിന് ഒരു കുറവുമില്ല കേട്ടോ. അടിപൊളി കിഡിലും ടേസ്റ്റാണ്. ഉപ്പ് കറക്റ്റിനിടാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് ചൂട് ചോറിലേക്ക് 2 തവിയും കുഴച്ചിട്ട് ഒരു ഉരുള അങ്ങോട്ട് കഴിച്ച് നോക്കിയേ. പൊളി പൊളി പൊളി. വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല, അത് മാത്രം മതി. പക്ഷെ എൻ്റെ ഒരു ഇതനുസരിച്ച് ചിലർക്ക് ഈ കറി ഇഷ്ടാവും, ചിലർക്ക് ഈ കറി ഇഷ്ടാവില്ല. എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് പറയണേ. അപ്പം ബൈ.